ഞങ്ങളിന്ന് ഉള്ളത് കൊമ്പൻ സ്റ്റോറി ഷോപ്പിലാട്ടോ. ഇപ്പോൾ നല്ല ഷാപ്പ് കറികളൊക്കെ കഴിക്കാൻ ഇവിടെ അവൈലബിൾ ആണെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഞങ്ങളിങ്ങനെ ഇവിടെ വന്നു. അതിൻ്റെ പുറത്ത് നമുക്കത് കാണാൻ പറ്റും ഒരു എന്താ പറയുക, KSRTC ബസ്സിൻ്റെ അനുസ്മരിപ്പിക്കുന്ന ഒരു രൂപമൊക്കെ അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൽ പഴയ സിനിമ പോസ്റ്റേഴ്സൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടോ. നല്ലപോലെ പാർക്കിംഗ് ഏരിയയൊക്കെ ഉണ്ട്. നന്നായിട്ടുണ്ട്. ഒരു കേരളത്തിലെ ഒരു ആംബിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളൊക്കെ അവരവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് അകത്തും പുറത്തും ഇരുന്ന് ഭക്ഷണവും അവിടെ നമുക്ക് കള്ളും കിട്ടും. അപ്പോൾ ശ്രീലങ്കയിൽ നിന്ന് വരുന്ന കള്ളാന്നാണ് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത്. നമുക്കിവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇവിടെ അന്നൊന്നും ഞങ്ങൾ പോയ ദിവസം നല്ല തണുപ്പായതുകൊണ്ട് ഞങ്ങളങ്ങനെ പുറത്തിരുന്നില്ല. കണ്ടില്ല, ഇങ്ങനത്തെ ഒരു ആംബിയൻസ് ഉണ്ട്. ഇതിവിടെ അന്നത്തെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. തണുപ്പ് കാരണം ഞങ്ങൾ പുറത്തിരുന്നില്ല, നേരെ അകത്ത് കയറി. അകത്ത് കയറിയിട്ട് അവിടെ ഇഷ്ടംപോലെ നമ്മളെ കേരളത്തിൽ കിട്ടുന്ന ഇഷ്ടംപോലെ ഷാപ്പ് കറികളെല്ലാം അവിടെ ഉണ്ട്, അവൈലബിൾ ആയിരുന്നു. ഇതാണ് റെസ്റ്റോറൻറ്റിൻ്റെ പേര്, റെഡ് ചില്ലി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ അകത്ത് കയറി ഒരു ചെറിയ കുടം കള്ളൊക്കെ പറഞ്ഞു. കുറച്ച് 2-3 പേര് കഴിക്കുള്ളൂ. അപ്പോൾ ജസ്റ്റ് അങ്ങനെ ചെറിയ കുടം കള്ള് പറഞ്ഞു. അങ്ങനെ ശ്രീലങ്കയിൽ നിന്ന് വരുന്ന കള്ളാന്ന് പറഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവരുടെ സ്പെഷ്യൽ എന്ന് പറഞ്ഞത് കണ്ടില്ലേ, പോത്തുംകാലാണ് പറഞ്ഞത്. പിന്നെ കുറച്ച് ഞങ്ങൾ ഇടിയപ്പം, അപ്പം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. ബീഫ് ഫ്രൈ അതൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ സ്പെഷ്യൽ ഈ പറഞ്ഞ പോലെ പോത്തുംകാലായിരുന്നു. അത്യാവശ്യം വലിയൊരു പോത്തുംകാല, അതിൻ്റെ ചുറ്റും മാംസവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു എന്താ പറയുക, ഇതെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് നമ്മൾ ആ വീഡിയോയിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ ഫുഡൊക്കെ അത്യാവശ്യം നല്ലതായിരുന്നു, കുഴപ്പമില്ലായിരുന്നു, നല്ല ഫുഡായിരുന്നു. അങ്ങനെ പോത്തും കാലിൻ്റെ ഉള്ളിൽ നിന്ന് അതിങ്ങനെ തട്ടി എടുക്കാൻ നോക്കിക്കൊണ്ടിരിക്കണം. അവരൊരു ചെറിയൊരു കമ്പി തന്നായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് അത് കുത്തിയിട്ട് അത് ഇളക്കിയാൽ ഇങ്ങനെ പ്ലേറ്റിൽ കൊട്ടിയാൽ ആ സംഭവം വരും. അപ്പോൾ അത് ഇങ്ങനെ ചേട്ടൻ അങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ, ഒരു പപ്പടക്കോല് പോലത്തെ ഒരു കമ്പി വന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വിട്ടാൽ ഉള്ളിൽ നിന്ന് വരും. അപ്പോൾ അത് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ബാക്കിയുള്ളവർക്ക് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് എല്ലാവരും പ്ലേറ്റിലെല്ലാം കൊട്ടി വെച്ചിട്ടുണ്ട്. എല്ലാവരും കൂടെ അതങ്ങനെ ഷെയർ ചെയ്തു. അത്യാവശ്യം നല്ല ഫുഡാണ്, നല്ല ആംബിയൻസും ആയിരുന്നു, നല്ല വെൽക്കമിങ് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നിറയെ കാർ പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങൾ പോയപ്പോൾ തിരക്കുണ്ടായിരുന്നില്ല, അത് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം തിരക്കായി അവിടെ. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരമുണ്ട്. ബൈ ബൈ.